ഇവിടെ നമ്മൾ നോക്കുന്നത് ഫാൻ ഓഫ് ഫ്ലോ ആണ്. ആക്ച്വലി ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ഏരിയ വേരിയേഷൻ ആയിരുന്നു ഐസെൻട്രോപിക് ഫ്ലോ. അപ്പോൾ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, ഫ്രിക്ഷൻ ആകുമ്പോഴാണ് ഇതിനെ നമ്മൾ ഫാൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏരിയയൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു പൈപ്പിൽ കൂടെ ഉള്ള ഫ്ലോ ഒരു ഫാൻ ഓഫ് ഫ്ലോ ആക്കാം. അതായത് ഏരിയ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കണം, വേറെ ഒന്നും അതിനെ ബാധിക്കാൻ പാടില്ല. ഓൺലി ഫ്രിക്ഷൻ ഈസ് ആക്ച്വലി ദ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഫാൻ ഓഫ് ഫ്ലോയുടെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഫ്രിക്ഷനാണ്. അപ്പോൾ അതിൻ്റെ മൂല കാരണം, ഫ്ലോ നടക്കാനുള്ള മൂല കാരണം ഫ്രിക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു വെക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ഫ്ലോ നമ്മൾ പഠിക്കുമ്പോൾ അസംഷൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റിൽ കൂടെ ആയിരിക്കും അവിടെ ഫ്ലോ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഏരിയ വേരി ചെയ്യുന്നില്ല, നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോ പോലെ അല്ല. അപ്പം നമ്മൾ എന്ത് പറയണമല്ലോ, ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ എ കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റ് എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ ഹീറ്റ് ഓർ വർക്ക് എക്സ്ചേഞ്ച് വിത്ത് ദ സറൗണ്ടിങ്. അതായത് സറൗണ്ടിങ്ങുമായിട്ട് വർക്ക് എക്സ്ചേഞ്ചോ ഹീറ്റ് എക്സ്ചേഞ്ചോ ഒന്നുമില്ല. നോ വർക്ക് ഓർ ഹീറ്റ് എക്സ്ചേഞ്ച് വിത്ത് ദി സറൗണ്ടിങ്. അതും കൂടെ പറഞ്ഞു നോക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ മാസ് അഡിഷൻ ഓർ റിജക്ഷൻ ടു ഓർ ഫ്രം ദ ഫ്ലോ. അത് ഫ്ലോയ്ക്ക് അകത്തേക്ക് മാസ് അഡിഷനും ഇല്ല, മാസ് റിജക്ഷനും ഇല്ല. അപ്പോൾ നോ മാസ് അഡിഷൻ ആസ് വെൽ ആസ് റിജക്ഷൻ. പിന്നെ അടുത്ത് പറയുന്നത് ഇതൊരു നമ്മൾ പെർഫെക്റ്റ് ഗ്യാസിൻ്റെ ഫ്ലോ ആണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോയിങ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് എ പെർഫെക്റ്റ് ഗ്യാസ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു സ്റ്റഡി ഫ്ലോ ആണ്, അതേസമയം വൺ ഡയമെൻഷണൽ ഫ്ലോ ആണ്, ഒരു ഡയറക്ഷൻ. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ബോഡി ഫോഴ്സസ് നെഗ്ലിജിബിൾ ആണ്. ബോഡി ഫോഴ്സസ് ആർ നെഗ്ലിജിബിൾ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഐസെൻട്രോപിക് ഫ്ലോയിൽ ഇതേ കാര്യങ്ങൾ ഇതായിരുന്നു. അവിടെ നോ ഫ്രിക്ഷൻ പറഞ്ഞു, പക്ഷേ ഏരിയ കോൺസ്റ്റൻ്റ് അല്ലെന്ന് പറഞ്ഞു. ഏരിയ ഈസ് വേരിയിങ്. ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ഏരിയ ആണ്, ഏരിയ വേരിയേഷനാണ്. അപ്പോൾ ദർ ഈസ് നോ ഫ്രിക്ഷൻ, ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ്. സെവൻത് കാര്യം എന്ന് പറഞ്ഞാൽ നോ ഒബ്സ്ട്രക്ഷൻ. നമ്മൾ ഷോക്കൊന്നും ഇപ്പോൾ പഠിക്കുന്നില്ല, അതുകൊണ്ട് നോ ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ. ഫ്ലോയിൽ ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല. ഇതാണ് ഫാൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാൻ ഓഫ് ഫ്ലോയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് അതൊരു ഫ്രിക്ഷണൽ ഫ്ലോ എന്ന് നമുക്ക് പറയാം, സിംപ്ലി പറഞ്ഞാൽ. അപ്പോൾ മാസ് ട്രാൻസ്ഫർ അങ്ങനെയുള്ള വേറെ എനർജി എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു സിംപ്ലി ഒരു ഫ്രിക്ഷണൽ ഫ്ലോ ആണ്, അതിനെ ഫാൻ ഓഫ് ഫ്ലോ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് പഠിക്കുന്നത് ഫാനോ ഫ്ലോ ലൈൻസാണ്. അപ്പോൾ ഈ ഫാനോ ഫ്ലോ ലൈൻസ് വരയ്ക്കുന്നതിന് വേണ്ടി, അത് ഫാനോ ഫ്ലോയുടെ റെപ്രസെൻറ്റേഷൻ നമ്മൾ HS ഡയഗ്രത്തിൽ, മോളിയർ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്തായിരുന്നു? ഒരു വെർട്ടിക്കൽ ലൈനാണ് അല്ലേ നമ്മൾ മോളിയർ ഡയഗ്രത്തിൽ ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേപോലെ HS ഡയഗ്രത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫാനോ ഫ്ലോയിനെ റെപ്രസെൻറ്റ് ചെയ്ത് ലൈൻസ് വരച്ചിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ആ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗവേണിംഗ് ഇക്വേഷൻസ് വേണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ച സാധനത്തിൻ്റെ, അതായത് നമ്മൾ പഠിച്ച ബേസിക് ഗവേണിംഗ് ഇക്വേഷൻസ് ഇതിലെങ്ങനെ ആപ്ലിക്കബിൾ ആകുമെന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ we have to define the governing equations leading to fan of flow, corresponding to fan of flow. ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് മാസ് ബാലൻസ് ഇക്വേഷൻ നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണ്, സിൻസ് ദ ഫ്ലോ ഈസ് സ്റ്റഡി. therefore m dot will be equal to rho a into v. but since the area during this അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ഫ്ലോ ഈസ് കോൺസ്റ്റൻറ്റ്, ഏരിയ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എം ഡോട്ട് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇപ്പോൾ ഏരിയയും കൂടെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് m dot by area is equal to rho into v. rho is the density, v is the velocity. then m which will be a constant എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് g ആണ്, g. അപ്പോൾ ജീനെ നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റും, ഇതിനെ നമുക്ക് മാസ് ഫ്ലക്സ് എന്ന് വിളിക്കാം. അപ്പോൾ g is known as mass flux, that is the mass flow rate per unit area, that is kilogram per meter square second എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വരും. അപ്പോൾ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മാസ് ഫ്ലക്സ് എന്ന് പറയുന്ന റോ ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. സിൻസ്
the area is constant, rho into v, the product of density and velocity will always remains constant. This is the first governing equation. Second, we already know by steady flow energy equation we can have the stagnation enthalpy h0, that is equal to h0 is equal to h plus v square by 2, and it will be a constant in the case of steady flow. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് h1 പ്ലസ് v1 സ്ക്വയർ ബൈ 2 പ്ലസ് h2 പ്ലസ് v2 സ്ക്വയർ ബൈ 2, നമ്മൾ സ്റ്റാഗ്നേഷനും സ്റ്റാറ്റിക്കും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. ഇനി നമുക്ക് വീരെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ദിസ് ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? we will get another expression for v, which is v is equal to g by rho, and it can be substituted here. Then the equation become h0 is equal to h plus, ഇതൊക്കെ ചുമ്മാ ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. 2 rho സ്ക്വയർ v സ്ക്വയർ ആയതുകൊണ്ട് അങ്ങനെ എഴുതി. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി ഫാനോ ലൈൻസിൻ്റെ കാര്യമാണ്. നമുക്ക് എച്ച് എസ് ഡയഗ്രത്തിൽ ഫാനോ ലൈൻസ് വരയ്ക്കാം. ഇപ്പോൾ ഫാനോ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫാനോ ലൈൻ എച്ച് എസ് ഡയഗ്രത്തിൽ വരച്ചിട്ട് നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാഗ്നേഷൻ താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഫാനോ ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു ഫാനോ ലൈൻ വരച്ചിട്ട് അത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫാനോ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാലും വോട്ട് ഈസ് അല്ലെങ്കിൽ ഒരു സൂപ്പർസോണിക് ഫാനോ ഫ്ലോ അല്ലെങ്കിൽ സബ്സോണിക് ഫാനോ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാലും യു ഹാവ് ടു ഡ്രോ ദി ഫാനോ ലൈൻ ആൻഡ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദി വേരിയേഷൻ ഓഫ് മാക് നമ്പർ ഹാപ്പനിങ് അക്രോസ് ദ ഫ്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫാനോ ലൈൻ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഇതുമാതിരി ഇരിക്കും. എച്ച് എസ് ഡയഗ്രമാണ് നമ്മൾ പല എച്ച് വി ഡയഗ്രം എവിടെയൊക്കെ നമുക്ക് വരയ്ക്കാം. നമ്മൾ ഫാനോ ലൈൻ ഇപ്പോൾ വരയ്ക്കുന്നത് മോളിയ ഡയഗ്രത്തിലാണ്. മോളിയ ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫാനോ ലൈൻ ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് മാറും. അതായത് ഇവിടെ നമുക്കൊരു പ്രഷർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ it will be the critical pressure. That means at this point we will be having at this pressure and this point, and that means we will be having a entropy here and enthalpy here. At this point the Mach number will be equal to 1. That is sonic condition. ഈ ലോവർ ഹാഫ് എന്ന് പറയുന്നത് the lower half is actually the supersonic branch. അതായത് ഈ ഒരു കണ്ടീഷൻ ഇത് കാണിക്കുന്നത് സൂപ്പർസോണിക് ബ്രാഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്ന് പറയുന്നത് the flow is happening towards the right state, then it is subsonic region. So the Fano line can be divided into two halves. That is, the upper branch is here, which is actually the subsonic region, and lower branch is here, and here the flow is actually supersonic, and they will meet at this point where the flow becomes sonic. ഇത് വെച്ച് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഞാനിത് നിങ്ങളെ വീഡിയോ ലെക്ചേഴ്സ് ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഡീറ്റെയിലിംഗ് ഞാനൊന്നും പറയുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മുടെ ഒരു റിസർവോയർ കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഈ പൈപ്പ് വഴി ഒരു കോൺസ്റ്റൻ്റ് ഏരിയ വരയ്ക്കാവും. ഇവിടെ നിന്ന് നോസിൽ വഴി ഒന്ന് വരച്ചിട്ട് കളയരുത്. പൈപ്പ് വഴി ഇങ്ങനെ ഫ്ലോ നടക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലോ നടക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് ഇതാണ് പോയിൻറ്റ് 1 എന്ന് പറയുന്ന പോയിൻ്റ്, ഒരു സെക്ഷൻ ക്രോസ് സെക്ഷൻ 1 എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. And assume the flow happening through this is actually subsonic. ഇതൊരു സബ്സോണിക് ആണെന്ന് നമ്മൾ എടുത്തു. ഓക്കെ, the flow is happening and it is actually subsonic. So here നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഇതേ റീജിയൻ ഞാൻ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ പോയിൻറ്റ് 1 എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ദിസ് ഈസ് ആക്ച്വലി ദ പോയിൻറ്റ് 1 വിച്ച് റെപ്രസെൻറ്റ്സ് ദിസ് സെക്ഷൻ ഇൻ ഫാനോ ലൈൻ. ഈ ഒരു പോയിൻറ്റ് സബ്സോണിക് റീജിയൻ അല്ലേ, അതുകൊണ്ട് സബ്സോണിക്കിൽ വെച്ച് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മൾ ഇങ്ങോട്ട് പോകുന്നതോറും ഇവിടെ നമ്മൾ പറയേണ്ടത് ഇതാണ്, ഫ്രിക്ഷൻ ഈസ് ആക്ച്വലി ദ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ഫാനോ ഫ്ലോ. അപ്പോൾ നമ്മളിത് പറയുമ്പം ഇത് കൂട്ടത്തിൽ ഇത് ഈ മുമ്പേ പറഞ്ഞ സാധനങ്ങളെല്ലാം പറഞ്ഞു വെക്കാം. അതായത് എന്തൊക്കെയാണ് ഫാനോ ഫ്ലോയുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, എന്നിട്ട് പറഞ്ഞു വെക്കേണ്ടത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ഹീസീവ് ഫോഴ്സ്. അതായത് നമ്മളിവിടെ ഒരു ഫ്ലോ നടക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ വാൾസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ അഡ്ഹീസീവ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ഡീസിലറേറ്റ് ദ ഫ്ലോ അല്ലെങ്കിൽ ആക്സിലറേറ്റ് ദ ഫ്ലോ, അങ്ങനെയൊക്കെ സംഭവിക്കും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മാക് നമ്പർ. അതാണ് ഇവിടുത്തെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഗവേണിംഗ് ഇക്വേഷൻസ് വെച്ച് ഒരു അതിൻ്റെ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു
ഫാനോ ലൈൻ HS ഡയഗ്രത്തിൽ വരച്ചു, ഇങ്ങനെയാണ് കിട്ടിയത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്രയാണ്. വെനെവർ ദ ലെന്ത് ഓഫ് ദ പൈപ്പ് ഇൻക്രീസസ്, ഇത് നമ്മുടെ പൈപ്പാണ്, ഫ്ലോ നടക്കുന്ന പൈപ്പാണ്. വെനെവർ ദ ലെന്ത് ഓഫ് ദ പൈപ്പ് ഇൻക്രീസസ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. ആ ഏരിയ കൂടുന്തോറും അഡീസീവ് ഫോഴ്സ് കൂട്ടി അതിൻ്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വിൽ ബി ഇൻക്രീസിങ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റിയ കാര്യമാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ ഇത്ര ആയിരിക്കില്ല, ഇതിനെക്കാട്ടി ഇങ്ങോട്ട് എത്തുന്നതോറും ഇത്രയും ഏരിയ കോണ്ടാക്ട് ഉണ്ട്, the flow will be having more friction here. So whenever the length increases, the frictional force increases, the frictional resistance increases. In the case of a subsonic flow, from this equation, from this Fano line, it is evident that the enthalpy is decreasing and the entropy is increasing. Enthalpy കുറയാണ് and entropy is increasing. Enthalpy കുറയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും, എൻട്രോപ്പി എന്ത് ചെയ്യാണ്, കൂടുകയാണ്. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ്, സിൻസ് ദിസ് ഈസ് എ സബ്സോണിക് റീജിയൻ, ദാറ്റ് മീൻസ് ഹിയർ ദ മാക് നമ്പർ വിൽ ഡെഫിനറ്റ്ലി ലെസ് ദാൻ 1, അവിടെ ലെസ് ദാൻ 1 തന്നെ ആയിരിക്കും. ആൻഡ് വെനെവർ ദ ഫ്ലോ ഈസ് ഹാപ്പനിങ് ആൻഡ് ദ ഫ്ലോ ഈസ് ആക്ച്വലി സബ്സോണിക് and the length of the pipe is increasing, the friction is increasing, and the increased friction will cause the velocity to increase. അവിടെ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സബ്സോണിക് ഫ്ലോ വിൽ ബി എക്സ്പീരിയൻസിങ് ആക്ച്വലി ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ഓഫ് ഫ്ലോ. ദാറ്റ് മീൻസ് വി എന്ന് പറയുന്ന ഇൻക്രീസിങ് വെലോസിറ്റി ഓഫ് ഫ്ലോ അലോങ് വിത്ത് എൻട്രോപ്പി ഓഫ് ഫ്ലോ. എൻട്രോപ്പി കൂടുന്നു, വെലോസിറ്റി കൂടുന്നു. അപ് ടു എ പെർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ്, എവിടം വരെ, അപ് ടു ദിസ് പോയിൻറ്റ് വെയർ ദ മാക് നമ്പർ ബിക്കംസ് യൂണിറ്റി. അതായത് ഈ ഒരു പോയിൻ്റ് എത്തുന്ന വരെ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എത്തുമ്പം at this point the Mach number becomes unity. That means നമ്മൾ ഒരു ഐസെൻട്രോപിക് ഫ്ലോയിൽ ത്രോട്ടിൽ എത്തുമ്പോൾ മാക് നമ്പർ യൂണിറ്റി ആവുന്ന പോലെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് മാക് നമ്പർ എന്ന് പറയുന്നത് യൂണിറ്റി ആവും. ആൻഡ് ഇതാണ് കണ്ടീഷൻ. The further extension of Mach number or further increase in velocity is actually not possible. അതായത് ഇവിടെ നിന്ന് വീണ്ടും വെലോസിറ്റി കൂടണമെങ്കിൽ, അതായത് ഇങ്ങോട്ട് പോകുന്നതോറും ഫ്രിക്ഷൻ കൂടുകയാണ്. ദാറ്റ് മീൻസ് അഗെയിൻ ദ ലെന്ത് ഈസ് ഇൻക്രീസിങ്, the flow will be experienced or the fluid will be experiencing more friction. And even after whenever we increase the length beyond this point, that means നമ്മൾ മാക് നമ്പർ 1 ആയിട്ടും ലെന്ത് ഇൻക്രീസ് ചെയ്താൽ the flow won't be experiencing any increase in velocity or won't be experiencing any change in Mach number. അങ്ങനെ പറഞ്ഞാൽ മതി. മാക് നമ്പറിൻ്റെ ചേഞ്ച് നമ്മൾ സംഭവിക്കുന്നില്ല അവിടെ. മാക് നമ്പർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാക് നമ്പർ കൂടുന്നില്ല. ദാറ്റ് മീൻസ് ദ മാക് നമ്പർ വോണ്ട് ഇൻക്രീസ് ബിക്കോസ് ഫോർ ടേക്കിംഗ് ദ ഫ്ലോ ഫ്രം സബ്സോണിക് ടു സൂപ്പർസോണിക്, സബ്സോണിക്കിൽ നിന്ന് സൂപ്പർസോണിക്കിലേക്ക് വരണമെങ്കിൽ നമ്മളിങ്ങോട്ട് ഇവിടെ നിന്ന് റൈറ്റ് നിന്ന് ചിന്തിച്ച് നോക്കി അറിയാം, എൻതാൽപ്പി കുറഞ്ഞു വരുന്നു, പക്ഷേ എൻട്രോപ്പിക്ക് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എത്തിയിട്ട് മാക് നമ്പർ 1 നിന്ന് സൂപ്പർസോണിക് റീജിയനിലേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു കർവ് എടുക്കണം, താഴോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വരണം. ദാറ്റ് മീൻസ് ഈ കർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻട്രോപ്പി കുറയണം അവിടെ. സോ ദ ഫ്ലോ അക്കോർഡിംഗ് ടു ദിസ് ഫാനോ ലൈൻ ദ എൻട്രോപ്പി മസ്റ്റ് ഡിക്രീസ്, വിച്ച് ഈസ് ആക്ച്വലി ഇമ്പോസിബിൾ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് സെക്കൻഡ് ലാ. പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇഫ് യു സേ ദ റിഡക്ഷൻ ഇൻ എൻട്രോപ്പി ഈസ് പോസിബിൾ, ഇറ്റ് വിൽ വയലേറ്റ് ദ സെക്കൻഡ് ലാ ഓഫ് തെർമോഡൈനാമിക്സ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ലാ ഓഫ് തെർമോഡൈനാമിക്സ് നല്ല വൃത്തിയോടെ നോക്കിയിട്ട് വേണം വരാൻ. ക്വാളിറ്റി ഓഫ് എനർജി നമ്മളവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് വൃത്തിയോടെ നോക്കിയിട്ട് വേണം വരാൻ. Since the friction is increasing, the subsonic flow, the entropy is increasing up to the Mach number 1. So the further conversion of or the further increase in velocity or increase in Mach number is not possible. So because according to Fano law, if the flow has to increase if the flow is taken from subsonic to supersonic flow, the entropy has to be decreased, which is actually impossible and which is a violation of second law of thermodynamics if possible. According to second law of thermodynamics, it is impossible, and so we can say that it is not possible to convert subsonic flow completely into supersonic by a Fano flow. അതായത് ഒരു ഫാനോ ഫ്ലോയിൽ സബ്സോണിക്ക് മൊത്തത്തിൽ സൂപ്പർസോണിക്, നമ്മൾ കൺവേർജൻ ഡൈവേർജൻ നോസിൽ വെച്ചിട്ട് ഐസെൻട്രോപിക് ഫ്ലോയിൽ സബ്സോണിക്കിനെ സൂപ്പർസോണിക് ആക്കി, അതേപോലെ തിരിച്ച് ഡിഫ്യൂസർ വെച്ചിട്ട് സൂപ്പർസോണിക്കിനെ സബ്സോണിക് ആക്കി, കംപ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ അതേപോലെ സബ്സോണിക്കിൽ നിന്ന് സൂപ്പർസോണിക്കിലേക്ക് കടക്കണമെങ്കിൽ വേറെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ വയലേഷൻ ഓഫ് സെക്കൻഡ് ലോ ഓഫ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ഫാനോ ലൈൻ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഫാനോ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത്ര പറഞ്ഞാൽ മതി. സബ്സോണിക്കിനും സൂപ്പർസോണിക്കിനും 2 രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഫാനോ ലൈൻ വരയ്ക്കുക, ഫാനോ ഫ്ലോയുടെ കണ്ടീഷൻസ് പറയുക, ഇത് പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു ലെന്തിനെ നമുക്കതിൻ്റെ ഇതാണ് ആക്ച്വലി ഇത്ര ലെന്ത് കൂട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇനി എത്ര കൂട്ടിയിട്ടും മാക് നമ്പർ 1 മുകളിലേക്ക് പോകത്തില്ല, ഇറ്റ് വിൽ റിമെയിൻ 1. ഇവിടെ മാക് നമ്പർ 1 ആയിരിക്കും, ഇവിടെ എത്തുമ്പോഴും മാക് നമ്പർ എന്ത് തന്നെയായിരിക്കും.
ഓൺ തന്നെയായി. ദിസ് ഇസ് ദ കേസ്. സോ ഇഫ് വി ആർ ഡീലിംഗ് വിത്ത് എ സൂപ്പർസോണിക് ഫ്ലോ, വാട്ട് വിൽ ഹാപ്പൻ? ഒരു സൂപ്പർസോണിക് ഫ്ലോയിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഒരു സൂപ്പർസോണിക് ഫ്ലോ ആണ് നടക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇപ്പോൾ നമ്മളിവിടെ സബ്സോണിക്ക് മാറ്റി, ഇവിടെ നമ്മൾ എന്ത് നോക്കുന്നു? ഒരു സൂപ്പർസോണിക്ക് നോക്കുന്നു. 1 സ്റ്റാർ ആണ്, ഇതാണ് പോയിന്റ്, 1 സ്റ്റാർ ആണ്. സൂപ്പർസോണിക് ഫ്ലോ ആണെങ്കിൽ എൻതാൽപ്പി വിൽ ബി ഇൻക്രീസിങ്, എൻതാൽപ്പി കൂടുന്നു, ആൻഡ് വി വിൽ ബി ഹാവിങ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ഓൾസോ, ബട്ട് അപ് ടു എ പർട്ടിക്കുലർ പോയിന്റ്. ആൻഡ് എൻതാൽപ്പി കൂടുന്നതിന് കാര്യമെന്ന് പറയുന്നത് it will be experiencing or kinetic energy reduction, therefore enthalpy increase is happening, therefore compressing. ഇവിടെ എൻതാൽപ്പി കുറയുന്നതിന് കാര്യം എന്ന് പറയുന്നത് നമ്മൾ എൻതാൽപ്പി കൈനറ്റിക് എനർജി കൺവേർഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി കൺവേർഷൻ കൊണ്ടാവാം. അപ്പോൾ അവിടെ ഫ്ലോ വെലോസിറ്റി ഓഫ് കോഴ്സ് കുറയും, എൻതാൽപ്പി കൂടുന്നുണ്ട്, ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് എ കംപ്രഷൻ ഹിയർ. ആൻഡ് സൂപ്പർസോണിക് എന്ന് പറയുമ്പോൾ കേട്ടതാണ് 1 ആയിരിക്കുമല്ലോ മാക് നമ്പർ, 3 or 4. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാക് നമ്പർ എന്ന് പറയുന്നത് 1 ആവും. ദാറ്റ് മീൻസ് വി വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിക്രീസിങ് മാക് നമ്പർ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ആൻഡ് വി വിൽ ബി ഹാവിങ് മാക്സിമം എൻട്രോപ്പി അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ആൻഡ് അറ്റ് ദിസ് പോയിന്റ്, ഇതൊന്നും അപ്പുറത്തോട്ട് മാക്സിമം ഇല്ല, അറ്റ് ദിസ് പോയിന്റ് ദ മാക് നമ്പർ ബിക്കംസ് 1. ദാറ്റ് മീൻസ് ദ സൂപ്പർസോണിക് ഫ്ലോ ഈസ് ഇൻ ദ കേസ് ഓഫ് എ സൂപ്പർസോണിക് ഫ്ലോ undergoing a Fano flow condition, or supersonic flow happening under a Fano flow condition, we can say that the velocity will be, or the Mach number will be reducing due to the increasing enthalpy, and we will be getting a maximum entropy at Mach number becomes 1, at Mach number equal to 1, and further extension of flow is not actually possible, or further change in Mach number is not actually possible, even we increase the length of the pipe up to a particular extent. And this is actually due to the entropy reduction process. For converting the supersonic flow into subsonic flow, we have to reduce the entropy according to Fano light. It is not actually possible by the second law of thermodynamics. Therefore we can say that the supersonic flow can be taken up to a particular extent where the Mach number becomes unity. That means supersonic flow can be taken up to a sonic flow condition, but it cannot be taken into a subsonic condition by following a Fano flow assumption or Fano flow conditions. Fano flow conditions വെച്ചുകൊണ്ട് നമുക്ക് സൂപ്പർസോണിക്കിൽ നിന്ന് സബ്സോണിക്കിലേക്ക് കൊണ്ടായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഷോക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോസിബിളാണ്, അത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പം ഇവിടെ നമ്മൾ എവിടം വരെ കൊണ്ടുവരുന്നു? മാക് നമ്പർ 1 ആവുന്ന സ്ഥലം അവിടെയായിരിക്കും മാക്സിമം എൻട്രോപ്പിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫാനോ ഫ്ലോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് മാക്സിമം എൻട്രോപ്പി. ആൻഡ് വൺ ഓഫ് ദി വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് എന്ന് പറയുന്നത് അറ്റ് മാക്സിമം എൻട്രോപ്പി വി ഹാവ് ടു പ്രൂവ് ദാറ്റ് മാക് നമ്പർ ഈസ് ആക്ച്വലി ഈക്വൽ ടു യൂണിറ്റി എന്ന് പ്രൂവ് ചെയ്യണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് 2 ഇതായിട്ടും കാണിക്കാം. നമുക്കിപ്പോൾ പറയുമ്പോഴത്തേക്ക് ലിമിറ്റിംഗ് കണ്ടീഷനും കൂടെ പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാക്സിമം എൻട്രോപ്പി എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്, അതായത് ലിമിറ്റിംഗ് കണ്ടീഷൻ ഓഫ് ഫാനോ ഫ്ലോ. ലിമിറ്റിംഗ് കണ്ടീഷൻ ഫോർ എ ഫാനോ ഫ്ലോ. വാട്ട് ഈസ് ദ ലിമിറ്റിംഗ് കണ്ടീഷൻ? ദാറ്റ് മീൻസ് അറ്റ് മാക്സിമം. ഇപ്പോൾ നമുക്ക് HS ഡയഗ്രാം വരയ്ക്കാം. We'll be having Fano line here, and at this point the entropy will be maximum, that is S max here. Here we will be having the pressure P star, and the Mach number will be equal to 1, M star will be equal to 1, and നമുക്ക് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ. സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി നമുക്ക് ഡിഫൈൻ ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളത് അതുകൂടെ പറയണമായിരുന്നു. പോട്ടെ. ഫ്രം ദ ഗവേണിംഗ് ഇക്വേഷൻ ഇറ്റ് ഈസ് we can write rho into V is equal to G, which is equal to a constant. We already know rho into V എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയും. ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ്, അതായത് പ്രോഡക്റ്റ് റൂളാണ്. റോ ഇൻറ്റു DV പ്ലസ് V ഇൻറ്റു D rho, which is equal to a constant derivative എന്ന് പറഞ്ഞാൽ എന്തായി പോകും? 0 ആയി പോകും. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് DV is equal to, ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താ വരും? മൈനസ് V ഇൻറ്റു D rho ഡിവൈഡഡ് ബൈ എന്ത് വരും? റോ എന്ന് പറയുന്ന കണ്ടീഷൻ വരും. ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. വളരെ സിമ്പിൾ ഡെറിവേഷനാണ് കേട്ടോ, ഇത് വലിയ ഇതായിട്ടൊന്നും എടുക്കരുത്. 10 മാർക്കിനും 8 മാർക്കിനും 6 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എടുക്കുന്നു. അക്കോർഡിംഗ് ടു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ H പ്ലസ് V square by 2 is equal to a constant, അല്ലെങ്കിൽ H0 എന്ന് പറയുന്ന ഗവേണിംഗ് ഇക്വേഷൻ എടുത്താലും മതി. 0 കോൺസ്റ്റൻറ്റ്.
ആൻഡ് which is actually equal to constant. ഇതിന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എച്ചിൻ്റെ ഡെറിവേറ്റീവ് ഡി എച്ച് എന്ന് പറഞ്ഞെടുത്തു. 1/2 ഇവിടെ ഉണ്ട്. വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2v ഇൻറ്റു ഡി വി എന്ന് വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 0. 2 × 2 വെട്ടിപ്പോവും. ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ഡി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വി ഡി വി, ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. We got 2 equations. And the third one is the TDS equations. TDS equation എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. ഇപ്പോൾ ടി ഡി എസ് ഈസ് ഈക്വൽ ടു, ഇതൊക്കെ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടി ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ ടു ഡി എച്ച് പ്ലസ് വി ഡി പി ആയിരുന്നു. അതിന് നമ്മൾ എന്തെന്ന് എഴുതിയ, ഡി എച്ച് മൈനസ് വി ഡി പി ആയിരുന്നു. നമ്മളെങ്ങനെ എഴുതിയ ഡി പി ബൈ റോ, വിക്ക് പകരം ഗുഡ് ബൈ റോ എഴുതി. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇനി നമ്മളിവിടെ നിന്ന് എന്താ പറയുന്നത്, ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡി എസ് അറ്റ് മാക്സിമം പോയിൻറ്റ്. ഇവിടെ നമുക്ക് മാക്സിമം കണ്ടീഷനിൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അതായത് മാക്സിമയിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആണ്. സോ ഡി എസ് ഈസ് ഈക്വൽ ടു 0 അറ്റ് എന്താണ് എസ് മാക്സ്. അപ്പോൾ എസ് മാക്സിൽ ഡി എസ് 0 ആണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് ഡി എച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് വരും, ഇത് 0 വന്നാൽ ഡി എച്ച് ഇസ് ഈക്വൽ ടു ഡി പി ബൈ റോ, ആൻഡ് വി ആർ ഹാവിങ് ദ തേർഡ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്താണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് സെക്കൻഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഡി എച്ച് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഡി എച്ചിന് പകരം നമുക്ക് എന്തുണ്ട്, ഡി പി ബൈ റോ എന്ന് പറയുന്ന സാധനം ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമുക്ക് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുക എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം എടുത്ത് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 × 2. അപ്പോൾ 1 × 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ ഡി എച്ച് ഇസ് ഈക്വൽ ടു, വി വിൽ ഗെറ്റ് ഡി എച്ച് ഇസ് ഈക്വൽ ടു, വി ആർ ഹാവിങ് മൈനസ് വി ഹിയർ, ആൻഡ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡി വി ഈക്വൽസ് മൈനസ് വി ഡി റോ ബൈ റോ, ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് വി സ്ക്വയർ ബൈ ഡി റോ ബൈ റോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ ഡി എച്ചിന് എന്ത് കൊടുക്കാം, ഈ 3 വെച്ചുള്ള റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം. ഇറ്റ്സ് ഇക്വേഷൻ നമ്പർ 4. നൗ എന്താണ് ഡി എച്ച് 3ഉം 4ഉം കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സിൻസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ആർ ഈക്വൽ, ദ റൈറ്റ് ഹാൻഡ് സൈഡ്സ് വിൽ ബി ഈക്വൽ, ഓൾസോ ഈക്വൽസ്. അപ്പോൾ ഈ 2 ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി പി ബൈ റോ ഈസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ എന്തുണ്ടാവും, വി സ്ക്വയർ ബൈ ഡി റോ ബൈ റോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ വി വിൽ എന്താ റോ ആൻഡ് റോ വിൽ ക്യാൻസൽ ഔട്ട്. ഇത് റോ ചിലപ്പം എഴുതുമ്പോൾ മാറിപ്പോകരുതേ, എഴുതുമ്പോൾ മാറിയാന്നോ, ഡി പിയും റോയൊക്കെ ഒരേപോലെ ഇരിക്കുന്നത് മാറിപ്പോകരുത്. ഇവിടെ നിന്ന് വി സ്ക്വയർ കണ്ടുപിടിക്കാം. വി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഡി പി ബൈ ഡി റോ. നമുക്കറിയാലോ ഡി പി ബൈ ഡി റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. വി ഓൾറെഡി നോ എ ഈസ് ഈക്വൽ ടു അക്കോസ്റ്റിക് വെലോസിറ്റി ഓർ സൗണ്ട് വെലോസിറ്റി. എ ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി റോ അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ആൻഡ് ഡി പി ബൈ ഡി റോ. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി റോ. സോ ദെയർഫോർ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, വി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമുക്ക് എന്ത് പറയാം, ഡി പി ബൈ ഡി റോ, വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു എ. അപ്പോൾ ഈ ലിമിറ്റിംഗ് കണ്ടീഷൻ വെച്ചാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. എം ഈസ് ആക്ച്വലി ഈക്വൽ ടു വി ബൈ എ. ഫ്രം ദിസ് എന്താണ്, ഫ്രം ദിസ് കണ്ടീഷൻ വി ഗോട്ട് വി ഈസ് ഈക്വൽ ടു എ. ദെയർഫോർ എം ഇ വിൽ ബി ഈക്വൽ ടു 1. എം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ഹെൻസ് പ്രൂവ്ഡ്. ദാറ്റ് മീൻസ് ദ ലിമിറ്റിംഗ് അറ്റ് മാക്സിമം എൻട്രോപ്പി. അപ്പോൾ ഇത് ഫ്ലോയിൽ നമ്മൾ ചോദിക്കേണ്ടത് ഇങ്ങനെയും ചോദിക്കാം, അറ്റ് മാക്സിമം എൻട്രോപ്പി എം വിൽ ബി ഈക്വൽ ടു, പല രീതിയിൽ ചോദിക്കാം, യൂണിറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കും. അറ്റ് മാക്സിമം എൻട്രോപ്പി പ്രൂവ് ദാറ്റ് ദ മാക് നമ്പർ ഈസ് ആക്ച്വൽ, അല്ലെങ്കിൽ ദ ഫ്ലോ ഈസ് ആക്ച്വലി സോണിക്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് കണ്ടീഷൻ ഓഫ് ഫാൻ ഓഫ് ഫ്ലോ. അങ്ങനെ പല രീതിയിൽ ചോദിക്കും. ഇത് കാര്യം മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ഞാൻ ഇത് ചെയ്തു എന്നും പറഞ്ഞ് പോകരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ലിമിറ്റിംഗ് കണ്ടീഷൻ ഓഫ് ഫാൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചോക്കിംഗ് കൂടെ അങ്ങ് പറഞ്ഞ് നിർത്തിയിട്ട് നമുക്ക് മറ്റേ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് എഴുതാനായിട്ട് പോകാം. അത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ ചോക്കിംഗ് കണ്ടീഷൻ പറയാൻ പോകാം. ചോക്കിംഗ് നമ്മൾ അവിടെയും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ചോക്കിംഗ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അതായത് ഫാൻ ഓഫ് ഫ്ലോയുടെ ചോക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ചോക്കിംഗ് ഇൻ ഫാൻ ഓഫ് ഫ്ലോ. മറ്റേ നോസലും ഡിഫ്യൂസറും ഇവിടെ എഴുതി വെക്കരുത് ചോക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫാൻ ഓഫ് ഫ്ലോയുടെ കണ്ടീഷൻ എന്താണുള്ളത്. അപ്പോൾ നമുക്ക് ഇത്ര പറയാൻ പറ്റും. എച്ച് എസ് ഡയഗ്രം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ നേരത്തെ പറഞ്ഞ അതേ സാധനം. ഇത് ഭയങ്കര എളുപ്പമായി പഠിക്കാൻ. ഇത് നിങ്ങൾ വിചാരിക്കുന്നത്ര ഒന്നുമില്ല. നമുക്കൊരു പൈപ്പുണ്ട് എന്നും പറഞ്ഞൊക്കെ എടുക്കണം. ഫാൻ ഓഫ് ഫ്ലോയുടെ കണ്ടീഷൻസൊക്കെ ലിമിറ്റേഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞ അസംഷൻസ് എല്ലാം പറഞ്ഞിട്ട്, ഇപ്പോൾ ഇതിൽ കൂടെ ഒരു സബ്സോണിക് ഫ്ലോ ആണെന്ന് പറയണം. എന്നിട്ട് പറയണം ഇതാണ് ഫ്ലോ, ഇവിടെ മാക് നമ്പർ ഈക്വൽ ടു എന്താവുന്നു, 1 ആവുന്നു. അപ്പോൾ ഈ ഫ്ലോയിനാണ് 1 എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് 1. അപ്പോൾ ഇങ്ങോട്ട് എത്തുന്തോറും സബ്സോണിക് ആയതുകൊണ്ട് നമ്മൾ എന്തെന്ന് പഠിച്ചു, എൻതാൽപ്പി കുറയുന്നുണ്ട്. ദാറ്റ് മീൻസ്
reduction in the enthalpy is happening, it will be added to the kinetic energy, therefore the velocity will be increasing and up to this point and where the Mach number equals 1. ഇവിടെ എത്തുമ്പോൾ എന്തായി മാറും, സോണിക് ആവും, m star is equal to 1 and here the Mach number will be less than 1. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്താലും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇത് ചോക്കിങ് 1 ആയാൽ എക്സിറ്റ്, ഇഫ് ഇത് കണ്ടീഷൻ ഇതാണ്, ഇഫ് എക്സിറ്റ് Mach number is 1 unity, the flow is said to be choked. ആ ഫ്ലോയിനെ നമ്മൾ എന്ന് പറയും, ചോക്ക്ഡ് എന്ന് പറയും. അപ്പോൾ അതുവരെ വേണ്ട ആ ഒരു ലെന്ത് കാണുമല്ലോ ഇതിന്, അത് നമ്മൾ എൽ മാക്സ് എന്നാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ മാക്സിമം ലെന്ത് ഓഫ് ദ പൈപ്പ്. പിന്നെ നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്താലും അവിടെ എന്ത് ചെയ്യത്തില്ല, മാക് നമ്പറിന് വേരിയേഷൻ ഉണ്ടാകത്തില്ല. നമ്മൾ സെക്കൻഡ് ലെയർ വേരിയേഷൻ അത് പറഞ്ഞ് നിർത്തിയാൽ മതി. അത് നമ്മൾ എന്ത് വിളിക്കും, മാക്സിമം ലെന്ത് ഓഫ് ദ പൈപ്പ്. അപ്പം നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോയിൽ മാക് നമ്പർ 1 ആവാൻ വേണ്ടി, ത്രോട്ടിൽ മാക് നമ്പർ 1 ആവാൻ വേണ്ടി അവിടെ കൊടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം മാസ് ഫ്ലോ റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ വെച്ച് ഇത്രയും ലെന്ത് ഇല്ല. ഇപ്പോൾ ഈ മാക്സിമം ലെന്ത്, ഇപ്പോൾ ഈ ലെന്ത് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണെന്ന് വെച്ചോ. ഇപ്പോൾ 4 മീറ്റർ വെച്ച് കട്ട് ചെയ്താൽ അവിടെ മാക് നമ്പർ മാക് നമ്പർ 1 ആവില്ല, 1നെ കാട്ടി ചെറുതായിരിക്കും സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ കയറുന്നത്. അപ്പോൾ അത് ചോക്ക്ഡ് അല്ലെന്ന് പറയാം. അപ്പോൾ മാക്സിമം മാക് നമ്പർ 1 ആവാൻ, എക്സിറ്റിൽ മാക് നമ്പർ 1 ആവാൻ വേണ്ടി വി ഹാവ് ടു പ്രൊവൈഡ് ദ മാക്സിമം ലെന്ത് ടു ദ പൈപ്പ്. മാക്സിമം ലെന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വേണോ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകണമെന്നല്ല, എക്സിറ്റ് മാക് നമ്പർ 1 ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡെഫിനറ്റ് എന്താവും, ഒരു ലെന്ത് പ്രൊവൈഡ് ചെയ്യും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻലെറ്റ് മാക് നമ്പർ. നമ്മൾ ഇൻലെറ്റ് മാക് നമ്പർ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ലെന്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ എവിടെ നിന്ന് ഫ്ലോ തുടങ്ങിയാലും ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ മാക് നമ്പർ എത്രയാവും, അതായത് ഈ ഒരു എൻട്രോപ്പി, ഈ ഒരു എൻതാൽപ്പി കണ്ടീഷൻ വരുന്ന രീതിയിൽ ഈ ഒരു പൈപ്പ് അറേഞ്ച് ചെയ്താൽ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ മാക് നമ്പർ 1 ആയിക്കോളും, ഇത് എവിടെ നിന്ന് തുടങ്ങിയാലും. അപ്പോൾ ഈ ഒരു ലെന്ത് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ലെന്തിനെ നമ്മൾ മാക്സിമം ലെന്ത്, അത് മാറിക്കൊണ്ടിരിക്കാം. അതായത് ഞാനിപ്പോൾ തുടങ്ങുന്ന മാക് നമ്പർ 0.3 ഇതായിരിക്കും. ഇപ്പോൾ മാക് നമ്പർ 0.2 മാക് നമ്പർ 0.2 അല്ല, മാക് നമ്പർ 0.4 അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, മാക് നമ്പർ 0.4 ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ളതാണ് എൻ്റെ മാക്സിമം ലെന്ത്. ഇതിപ്പോൾ ആ ഒരു മാക്സിമം 0.4 ആണ് അവിടെ ഇൻലെറ്റ് എങ്കിൽ അവിടുത്തെ മാക്സിമം ലെന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളതാണ് അവിടുത്തെ മാക്സിമം. ഇത്ര ലെന്തേ കാണിക്കൂ മാക്സിമം ലെന്തായിട്ട്. ഓക്കെ, അതായത് 1 ആവുന്നത് വരെയുള്ള ലെന്തേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോക്കിങ്ങിൻ്റെ ഇത് എഴുതിക്കൊള്ളാം. ഇത് സൂപ്പർ സോണിക്കിലും പറയാം. സൂപ്പർ സോണിക്കിൽ എന്താ പറയണ്ടേ, സൂപ്പർ സോണിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ലോവർ ഹാഫ് വരയ്ക്കണം HS ഡയഗ്രത്തിൻ്റെ. അതറിയാമല്ലോ, മൊത്തത്തിൽ ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പർ ഹാഫ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇവിടെ മാക് നമ്പർ എന്താവുന്നു, 1 ആവുന്നു. വി ആർ ഹാവിങ് എ സൂപ്പർസോണിക് ഫ്ലോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും പറയാം. എന്നിട്ട് ഇവിടെ ഒരു സെക്ഷൻ എടുത്തു, 1 എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു. ഇവിടെ എത്തുമ്പോൾ 2 എന്ന് പറയുന്ന സെക്ഷനിൽ M2 is equal to 1 ആയാൽ ഇതെന്തെന്ന് പറയും, ചോക്ക്ഡ് എന്ന് പറയും. ആൻഡ് അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1 മുതൽ ഈ 2 വരെയുള്ള ഈ ഒരു ലെന്തിനെ നമ്മൾ മാക്സിമം ലെന്ത് എന്ന് പറയും. അപ്പോൾ ചോക്കിങ്ങിനുള്ള കണ്ടീഷൻ എന്താണ്, വി ഹാവ് ടു പ്രൊവൈഡ് ദ മാക്സിമം ലെന്ത് ടു ദ പൈപ്പ് ഫോർ ഗെറ്റിംഗ് ദി സോണിക് ഔട്ട്പുട്ട്. ഇതിനാണ് നമ്മളെന്ന് പറയുന്നത് ചോക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മാക് നമ്പർ അറ്റ് ഇൻലെറ്റ്. അത് M3 M is equal to 2 ആണെങ്കിൽ അത് ഇപ്പുറത്തെ വേണം, ഇവിടെ നിന്ന് ഇതുവരെയുള്ളതായിരിക്കും മാക്സിമം ലെന്ത് എന്ന് പറയുന്നത്. M is equal to 3 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ളതായിരിക്കും. അത് കംപ്രസ്സായി 1 വരെയുള്ള ആ ഒരു ലെന്തിനെയാണ് എന്തെന്ന് പറയുന്നത്, മാക്സിമം ലെന്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ രീതിയിൽ രണ്ടും സൂപ്പർസോണിക് ഫ്ലോയിലും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതെന്താണ്, സൂപ്പർസോണിക് ഫ്ലോയിലെ ചോക്കിംഗ് കണ്ടീഷനാണ്. രണ്ട് സ്ഥലത്തും മാക്സിമം ലെന്ത് തന്നെ. സൂപ്പർസോണിക് ഫ്ലോയിലെ മാക്സിമം കണ്ടീഷനാണ്. ഇതെന്ന് പറയുന്നത് സബ്സോണിക് ഫ്ലോയുടെ കണ്ടീഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനി മെയിനായിട്ട് നമ്മൾ പ്രോബ്ലംസ് നോക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ കൂടെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലംസിലേക്ക് പോകുന്നു. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ സ്റ്റാഗ്നേഷൻ നോക്കാം.